ഇതെല്ലാം നല്ല രാവിലെ നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കാം. പകലിൽ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കാം. നമ്മൾ പകലിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് അത്യന്ത സന്തോഷം ദൈവം നമുക്ക് നൽകി തരുന്നതാണ്. സങ്കീർത്തനം 91:16 ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. കർത്താവ് നമ്മളെ ദീർഘായുസ്സോട് മാനിക്കുമെന്ന് കർത്താവ് പറയുന്നു. ദീർഘായുസ്സോട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദീർഘായുസ്സോട് മാനിക്കും, രക്ഷയെ കാണിച്ചു കൊടുക്കും. രക്ഷയുടെ സന്തോഷം, സാൽവേഷൻ ദൈവം നമ്മൾക്ക് നൽകി തരുന്നതാണ്. സാൽവേഷൻ പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കും, ദീർഘായുസ്സോട് മാനിക്കും. അതിൻ്റെ മുമ്പിലത്തെ വാക്യം ഇതാണ് പറയുന്നത്: അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. എത്ര നല്ല വാക്യം! നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ എത്രത്തോളം കൊണ്ടുവന്നു. ഈ മാസം 3-ാം മാസം ദൈവം നമ്മളെ കൊണ്ടുവന്നു. അതിനായി കർത്താവിനെ സ്തുതിക്കാം. ദീർഘായുസ്സോട് മാനിക്കുന്ന കർത്താവ് നമ്മളെ ജീവിക്കുവാൻ ദൈവം നമുക്ക് ബലം തരുന്നു, ആരോഗ്യം തരുന്നു. ജീവിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ പാട്ടുകൾ കൂടി നടത്തുന്നു, പ്രാർത്ഥനയിൽ കൂടി നടത്തുന്നു, വാക്യങ്ങളിൽ കൂടി നടത്തുന്നു. നമ്മുടെ സുശേഷം ചെയ്യുന്നത് മൂലമായിട്ട് ദൈവം നമ്മളെ ജീവിക്കുവാൻ പഠിപ്പിക്കുന്നു. ജീവിക്കാനുള്ള ദൈവത്തിൻ്റെ മൂല്യങ്ങളെ ദൈവം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു. അത് നമുക്ക് അറിയുവാൻ ദൈവം നമ്മുടെ ജീവിതത്തെ പണിയുന്നു. അതിനായി കർത്താവിനെ സ്തുതിക്കാം. ഈ നല്ല രാവിലെ ദിവസത്തിൽ കർത്താവിനെ പാടാം, ആരാധിക്കാം, സ്തുതിക്കാം, കർത്താവിനെ ഘോഷിക്കാം. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തി, എൻ്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. ദീർഘായുസ്സുകൊണ്ട് അവനെ നമ്മുടെ ജീവിതത്തെ പണിയുന്നതാണ്. ബുദ്ധിയുള്ള തൻ്റെ ഭവനം പണിയുന്നു, ബുദ്ധിയില്ലാത്തുള്ള സ്വന്തം കൈകളാൽ ഇടിച്ചു കളയുന്നു എന്ന് വാക്യമുണ്ട്. സദൃശവാക്യങ്ങൾ 14:1 പറയുന്നു: സ്ത്രീയായവൾ, ബുദ്ധിയായവൾ തൻ്റെ ഭവനം പണിയുന്നു. നമ്മളെ ഹോം മേക്ക് ചെയ്യുവാൻ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. ഹോം മേക്കറായിട്ട് ജീവിപ്പാൻ കർത്താവ് സഹായിക്കും. ദീർഘായുസ്സുകൊണ്ട് കർത്താവ് ജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ വഴികളെ ദൈവം നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സുഖരാജ് അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖതയോടെ ഇരിക്കുന്നവരെ ദൈവം ആശ്വാസം തരുന്നതാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കാം, എൻ്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. സാൽവേഷൻ പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നതാണ്. കഷ്ടകാലത്ത് ദൈവം നമ്മളോട് കൂടെയിരിക്കും. കർത്താവ് നമ്മളെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദൈവത്തിൽ നിന്ന് മഹത്വപ്പെടുത്തുവാൻ സന്നദ്ധരായിരിക്കാം. വാക്യം ഇതാണ്. സദൃശവാക്യങ്ങൾ 91:16 ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തി, എൻ്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. നമ്മൾ രക്ഷ പ്രാപിപ്പാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചെല്ലാം. യേശുപ്പച്ചനോട് യാചിക്കാം, യേശുപ്പച്ചനെ വിളിക്കാം. ആമീൻ, ആമീൻ.